മലയാള സിനിമയ്ക്ക് വളരെ വലിയൊരു സമ്മാനമായി കഴിഞ്ഞ വർഷം എത്തിയ ഒരു സിനിമയായിരുന്നു ബ്രഹ്മയുഗം. ബ്രഹ്മയുഗം എന്ന സിനിമ വളരെയധികം തന്നെ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. ബ്രഹ്മയുഗം ടീമിൻ്റെ പുതിയ സിനിമയാണ് പ്രണവ് മോഹൻലാലിനെ നായകനാക്കി ഒരുക്കുന്ന ഡയസ് ഇറേ. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയായതുകൊണ്ട് തന്നെ വളരെയധികം ആരാധകരാണ് ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ പോസ്റ്റർ വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. ഒരു എലിമിനാലിറ്റി റെഫറൻസും അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമാർന്ന ഓയിൽ പെയിന്റിങ്ങും അടക്കമുള്ള വളരെയധികം നിഗൂഢതകളുള്ള ഒരു ചിത്രമാണ് പോസ്റ്ററായി നിർമ്മിച്ചിരിക്കുന്നത്. മലയാളത്തിൻ്റെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള എസ്തെറ്റിക് കുഞ്ഞമ്മയാണ് ഈ പോസ്റ്റർ നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും പോസ്റ്റർ ഇപ്പോൾ തന്നെ വളരെയധികം വൈറലായിട്ടുണ്ട്. എലിമിനാലിറ്റിയും ഹൊററും അതുപോലെ തന്നെ വളരെയധികം നിഗൂഢതകളുമുള്ള ഒരു സിനിമയായിരിക്കുമോ ഡേയ്സ് ഇറേ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. എന്തായാലും മമ്മൂട്ടിനെ വെച്ച് ബ്രഹ്മയുഗം ചെയ്ത രാഹുൽ സദാശിവൻ ഒരിക്കലും ഒരു യുവനായകനെ കൊണ്ട് നിരാശപ്പെടുത്തുന്ന രീതിയിൽ ഒരു സിനിമ ചെയ്യില്ല എന്നുള്ളത് തീർച്ചയാണ്. പ്രത്യേകിച്ചും സിനിമയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്ന എന്ത് കഠിനാധ്വാനം ചെയ്യുന്ന പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ ഒരു മാജിക് തന്നെയായിരിക്കും സിനിമയിൽ ചെയ്തു വെക്കുന്നത് എന്നുള്ളതും തീർച്ചയാണ്. സിനിമ ഏത് രീതിയിലുള്ള ഒരു കഥയാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോഴും ആരാധകർ വളരെയധികം ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഭൂതകാലവും ബ്രഹ്മയുഗവും പോലെ ആളുകളെ പിടിച്ചിരുത്തുന്ന ഒരു പ്രേതകഥയാണോ ഈ ചിത്രം എന്നുള്ളതും എലിമുലാരിറ്റി റെഫറൻസ് അടക്കം പോസ്റ്ററിൽ കാണിച്ചത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സാത്താൻ കഥയാണോ ഇതിന്റെ പിന്നിലെന്നും ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും ഈ വർഷം ഹാലോവീൻ ഡേയിലായിരിക്കും ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രേത സിനിമയാകാനുള്ള സാധ്യത എല്ലാം തന്നെയുണ്ട്. അണിയറ പ്രവർത്തകർ അടക്കം എലിമിനാലിറ്റിയിൽ വിശ്വസിക്കുന്നവരാണോ എന്നുള്ളതെല്ലാം ചിത്രം കാണുമ്പോൾ മാത്രം നമുക്കറിയാം. എലിമിനാലിറ്റി വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. എന്നാൽ ചിത്രത്തിൽ ഇതിനെ ഏത് രീതിയിലായിരിക്കും പോർട്രേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും വളരെയധികം ആകാംക്ഷയോടെയാണ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നത്. കാരണം ഈ ഒരു പോസ്റ്റർ തന്നെ വലിയ തെളിവായി മാറിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ സിനിമ ആരാധകരെ ഞെട്ടിച്ച ബ്രഹ്മയുഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഡയസ് ഇറേ. മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലിൻ്റെ മകനായ പ്രണവ് മോഹൻലാലിനെ നായകനാക്കിയാണ് ഇദ്ദേഹം ഈ ചിത്രം ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചിത്രത്തിൻ്റെ പോസ്റ്റർ ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമായിട്ടുണ്ട്. ബ്രഹ്മയുഗത്തിൻ്റെ അതേ ക്രൂ തന്നെയാണ് ഡയസ് ഇറയിലും ഒന്നിച്ചിരിക്കുന്നത്. ടൈറ്റിൽ പോസ്റ്ററിന് പിന്നാലെ തന്നെ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ ക്വാളിറ്റിയോടെ പുറത്തിറക്കിയ പോസ്റ്റർ ഇതിനോടകം തന്നെ പല പേജുകളിലും മാധ്യമങ്ങളിലും ചർച്ചാ വിഷയം ആയിരിക്കുകയാണ്. ജോർജിയൻ ഓയിൽ പെയിന്റ് ആർട്ട് സ്റ്റൈലിലാണ് പോസ്റ്റർ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. മലയാളത്തിലെ മികച്ച പോസ്റ്റർ ഡിസൈനിങ് ടീമായ എസ്തെറ്റിക് കുഞ്ഞമ്മയാണ് ഡയസ് ഇറയുടെ പോസ്റ്ററിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. 3 മാസത്തോളം സമയമെടുത്താണ് പോസ്റ്റർ പൂർത്തിയാക്കിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ ചിത്രത്തിന്റെ ഷൂട്ട് പൂർത്തിയാക്കാൻ വെറും 2 മാസം മാത്രമാണ് വേണ്ടി വന്നത് എന്നും ക്രൂ തന്നെ പറയുന്നു. ഇതാണ് പലരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. വ്യത്യസ്തമായ ജേണറുകളിലൂടെ മലയാള സിനിമയുടെ നിലവാരമുയർത്തുന്ന രാഹുൽ സദാശിവൻ ഡയസ് ഇറയുടെയും വ്യത്യസ്തമായി തന്നെയാണ് സമീപിച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ പോസ്റ്ററിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. പോസ്റ്ററിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രണവ് മോഹൻലാലിനെ കാണാൻ സാധിക്കും. ഇത്തരത്തിലൊരു പോസ്റ്റർ മലയാളത്തിൽ ആദ്യമായിട്ടാണെന്നാണ് പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. കാരണം ഈ പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. വളരെ വ്യത്യസ്തമാർന്ന ഒരു പോസ്റ്ററാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത്. വടകര, തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി ചിത്രത്തിന്റെ ഷൂട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. മലബാറിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഹൊറർ ചിത്രമാണ് ഡയസ് ഇറയുടേതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വർഷത്തിൽ ഒരു സിനിമ എന്ന രീതിയിൽ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രണവിന്റെ മികച്ച ചിത്രമാകും ഡയസ് ഇറേ എന്നാണ് കരുതപ്പെടുന്നത്. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ബ്രഹ്മയുഗത്തിലെ സെറ്റിട്ട് വിസ്മയിപ്പിച്ച ജ്യോതിഷ് ശങ്കറാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. ഷെഫീഖ് മുഹമ്മദ് അലി എഡിറ്റിംഗ് നിർവഹിക്കുമ്പോൾ ബ്രഹ്മയുഗത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമുകൾ ഒരുക്കിയ ഷഹനാദ് ജലാലാണ് ഈ ചിത്രത്തിലും ക്യാമറ ചലിപ്പിക്കുന്നത്. ചിത്രത്തിലെ മറ്റ് താരങ്ങൾ ആരൊക്കെയാണെന്ന് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഹാലോവീൻ ദിനമായ ഒക്ടോബർ 30-നാണ് ചിത്രം തിയേറ്ററിലെത്തുന്നത്.